മകളെ, കുരുക്ഷേത്ര യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു. രാത്രിയിലും തുടർന്നെങ്കിലും യുദ്ധത്തിൽ കൗരവർക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു. ദ്രോണാചാര്യരും കർണനും അശ്വത്ഥാമാവുമൊക്കെ കൗരവ സൈന്യത്തെ നയിച്ചുവെങ്കിലും യുധിഷ്ഠിരൻ, അർജുനൻ, ഭീമസേനൻ, സാത്യകി എന്നിവരുടെ യുദ്ധസാമർഥ്യത്തിൽ കൗരവർ പരാജയപ്പെടുകയായിരുന്നു. ദുര്യോധനൻ തൻ്റെ സൈന്യത്തെ നയിച്ചവരെയെല്ലാം പഴിച്ചെങ്കിലും ദ്രോണർ, അശ്വത്ഥാമാവ് എന്നിവർ ദുര്യോധനൻ്റെ ദുർബുദ്ധിയെയും പിടിവാശിയെയും കുറ്റപ്പെടുത്തി. കർണൻ മാത്രമാണ് ദുര്യോധനൻ്റെ പക്ഷം പറഞ്ഞത്. അവസാന പരാജയത്തിൽ കൗരവരുടെ ഒട്ടേറെ മഹാരഥന്മാർ മരണപ്പെട്ടപ്പോൾ ദുര്യോധനൻ അശ്വത്ഥാമാവിനോടും കയർത്ത് സംസാരിച്ചു. ഒടുവിൽ വിജയസാധ്യത കുറവാണെങ്കിലും പരമാവധി ശത്രുക്കളെ വകവരുത്താം എന്ന് പറഞ്ഞ് അശ്വത്ഥാമാവ് യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടു. യുദ്ധമുഖത്തേക്ക് മുന്നേറിയ ദ്രൗണി കേകയ പാഞ്ചാല സൈന്യങ്ങളുടെ മുന്നിലെത്തി അവരുടെ മഹാരഥന്മാരെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു. മഹാരഥന്മാരെ, നിങ്ങൾ കൂട്ടമായി വന്ന് എന്നെ ആക്രമിക്കുവിൻ. അശ്വത്ഥാമാവിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ പാണ്ഡവപക്ഷക്കാരായ മഹാരഥന്മാർ ഒന്നിച്ചു ചേർന്ന് അയാളുടെ മേൽ ശരവർഷം നടത്തി. എല്ലാ ശരങ്ങളെയും തട്ടിമാറ്റിക്കൊണ്ട് പാണ്ഡവരും ദൃഷ്ടദ്യുമ്നനും നോക്കി നിൽക്കെ അവരുടെ 10 മഹാരഥന്മാരുടെ തലകൾ അശ്വത്ഥാമാവ് അരിഞ്ഞു വീഴ്ത്തി. ഇത് കണ്ട് ഭയന്ന സോമകന്മാരും പാഞ്ചാലരും യുദ്ധമുഖത്തു നിന്നും ഒഴിഞ്ഞുപോയി. ഈ പലായനം കണ്ട് ദൃഷ്ടദ്യുമ്നൻ കോപത്തോടെ ഒരു കൂട്ടം ശരങ്ങൾ അശ്വത്ഥാമാവിന് നേരെ പ്രയോഗിച്ചു. അവയെല്ലാം തടഞ്ഞുകൊണ്ട് അശ്വത്ഥാമാവ് പറഞ്ഞു, പാഞ്ചാല, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഒരു നിമിഷം നിൽക്കൂ. എൻ്റെ മൂർച്ചയുള്ള ശരങ്ങളാൽ നിന്റെ തലയറുത്ത് നിന്നെ ഞാൻ യമപുരിയിലേക്ക് അയക്കാം. ഇത് കേട്ട് അത്യന്തം രോഷാകുലനായ ദൃഷ്ടദ്യുമ്നൻ പറഞ്ഞു, ഹേ ആചാര്യപുത്ര, ബ്രാഹ്മണനായ നിനക്ക് എൻ്റെ പ്രതിജ്ഞയെക്കുറിച്ചറിയാമല്ലോ. ബ്രാഹ്മണധർമ്മം പിടിഞ്ഞ് ക്ഷത്രിയധർമ്മത്തിൽ ജീവിക്കുന്ന നിന്നെ വധിച്ചാൽ ആരും എന്നെ കുറ്റപ്പെടുത്തുകയില്ല. ഈ രാത്രി പുലരുന്നതിന് മുമ്പ് എൻ്റെ പ്രതിജ്ഞ ഞാൻ നിറവേറ്റും. നിന്റെ പിതാവിനെ ഞാൻ വധിച്ചിരിക്കും, അതിനുശേഷം നിന്നെയും. ദൃഷ്ടദ്യുമ്നൻ്റെ ക്രൂരമായ വാക്കുകൾ കേട്ടപ്പോൾ അശ്വത്ഥാമാവ് നില്ല് നില്ല് എന്ന് അലറി വിളിച്ചുകൊണ്ട് എതിരാളിയെ അമ്പുകൾ കൊണ്ട് മൂടി. ദൃഷ്ടദ്യുമ്നനും അതിശക്തമായി പ്രതികരിച്ചു. അയാൾ എതിരാളിയുടെ നേർക്ക് വിവിധ ആയുധങ്ങൾ പ്രയോഗിച്ചു. യുദ്ധം അത്യന്തം രൂക്ഷമായി. അസ്ത്രങ്ങളും പ്രത്യസ്ത്രങ്ങളും കൊണ്ട് അവർ പരസ്പരം മുറിവുകൾ ഏൽപ്പിച്ചു. വിണ്ണവർ നാട്ടിൽ ഇവരുടെ യുദ്ധം പ്രകീർത്തിക്കപ്പെട്ടു. ആ യുദ്ധത്തിൽ അശ്വത്ഥാമാവ് ഒരു ശരം കൊണ്ട് പാഞ്ചാലകുമാരൻ്റെ തേർക്കൊടിമരം തകർത്തു. മറ്റൊന്നുകൊണ്ട് സാരഥിയെയും മറ്റൊരസ്ത്രത്താൽ കുതിരകളെയും വധിച്ചു. ഇത് കണ്ടപ്പോൾ ഭയന്നുപോയ പാണ്ഡവസേന യുദ്ധരംഗത്ത് നിന്നും പലായനം ചെയ്തു തുടങ്ങി. അർജുനനും ദൃഷ്ടദ്യുമ്നനും നോക്കി നിൽക്കെ ആയിരക്കണക്കായ പാഞ്ചാല സൈനികരെ അശ്വത്ഥാമാവ് വധിച്ചു. പാണ്ഡവ മഹാരഥന്മാർ നിരാശയിലാണ്ടു. പാണ്ഡവപക്ഷത്തെ 3 മഹാരഥന്മാരെ കൂടി അശ്വത്ഥാമാവ് യമധർമ്മൻ്റെ അടുത്തേക്ക് അയച്ചു. ഇങ്ങനെ അല്പസമയം കൊണ്ട് ദ്രോണപുത്രൻ എണ്ണമറ്റ പാണ്ഡവ സൈന്യത്തെയും മഹാരഥന്മാരെയും വധിച്ചു. അശ്വത്ഥാമാവിൻ്റെ യുദ്ധവൈഭവം പാണ്ഡവർക്കിടയിൽ പോലും പ്രകീർത്തിക്കപ്പെട്ടു. സഞ്ജയൻ പറഞ്ഞു, മഹാരാജാവേ, അശ്വത്ഥാമാവ് ഉഗ്രരൂപിയായി നിൽക്കുന്നത് കണ്ട് യുധിഷ്ഠിരനും ഭീമനും ഇരുവശത്തു നിന്നും അയാളെ ആക്രമിക്കുവാൻ തുടങ്ങി. ഇത് കണ്ട് ദുര്യോധനൻ ദ്രോണരെയും കൂട്ടി വന്ന് പാണ്ഡവരെ ആക്രമിച്ചു. കോപിഷ്ഠനായ ഭീമസേനൻ മാളവം, വങ്കം, അമ്പഷ്ടം, ശിബി, തൃഗർത്തം എന്നീ ദേശങ്ങളിലുള്ള ധാരാളം സൈനികരെ വധിച്ചു. രക്തം വീണു കുതിർന്ന രണഭൂമി ഭീകരമായിരുന്നു. ഇതേ അവസരത്തിൽ മറ്റൊരു ഭാഗത്ത് അർജുനൻ പർവ്വതദേശം, മാളവം, മാദ്രം തുടങ്ങിയ ദേശത്തെ ആയിരക്കണക്കായ യോദ്ധാക്കളെ കാലന്ത ലോകത്തേക്ക് അയക്കുന്നുണ്ടായിരുന്നു. ദ്രോണർ അപ്പോൾ വായവ്യാസ്ത്രത്താൽ പാണ്ഡവ സൈന്യത്തെ വധിക്കുവാൻ ആരംഭിച്ചു. ഭയപ്പെട്ട ഒരു കൂട്ടം സൈനികർ ഭീമാർജുനന്മാർക്ക് മുന്നിലൂടെ യുദ്ധരംഗം വിട്ട് ഓടിപ്പോയി. ഇത് കണ്ട് ദ്രോണരുടെ തെക്കുഭാഗത്തു നിന്നും അർജുനനും വടക്കുഭാഗത്തു നിന്നും ഭീമനും ആക്രമണം അഴിച്ചുവിട്ടു. അതിശക്തമായ ആയുധങ്ങൾ തന്നെ അവർ ആചാര്യൻ്റെ മേൽ പ്രയോഗിച്ചു. അപ്പോൾ രണഭൂമിയിൽ നിന്നൊഴിഞ്ഞുപോയ പാഞ്ചാലരും സൃഞ്ജയന്മാരും സോമകന്മാരും മത്സ്യദേശക്കാരും പാണ്ഡവരെ സഹായിക്കുവാൻ എത്തിച്ചേർന്നു. എല്ലാവരും എത്തിച്ചേർന്നപ്പോൾ വമ്പിച്ച ഒരു സൈന്യവുമായി പാണ്ഡവർ ദ്രോണരെ ആക്രമിക്കുവാൻ തുടങ്ങി. അവർ ഒന്നിച്ചു നിന്നുകൊണ്ട് കൗരവ സൈന്യത്തെ തകർത്തു. ഇരുളിലും ഒരു വെളിച്ചമുണ്ടായിരുന്നു എങ്കിലും കൗരവപക്ഷത്തെ പടയാളികൾക്ക്
ഉറക്കമില്ലായ്മ കൊണ്ടുണ്ടായ മന്ദതയിൽ നിന്നും ഒന്നും കാണുവാൻ കഴിഞ്ഞില്ല. ആയിരക്കണക്കായി അവർ യമപുരിയിലേക്ക് യാത്രയെ തുടങ്ങി. മഹാരാജാവേ, അങ്ങയുടെ സൈന്യം മഹാനാശത്തെ നേരിടുകയായിരുന്നു. പല മഹാരഥന്മാരായ രാജാക്കന്മാരും തങ്ങളുടെ രഥങ്ങൾ ഉപേക്ഷിച്ച് പോർക്കളത്തിൽ നിന്നും രക്ഷപ്പെട്ടു. സോമദത്തൻ എന്ന രാജാവ് തൻ്റെ വില്ലിൽ നിന്നും ഞാണല് മുഴക്കിക്കൊണ്ട് യുദ്ധഭൂമിയുടെ ഒരു ഭാഗത്ത് നിൽക്കുന്നത് സാത്വികി കണ്ടു. അയാൾ പറഞ്ഞു, സൂത, അവിടെ നിൽക്കുന്ന സോമദത്തിൻ്റെ അടുത്തേക്ക് തേർ നടത്തൂ. ഇന്ന് അവനെ കൊല്ലാതെ ഞാൻ പോർക്കളം വിട്ടു പോകുകയില്ല. അപ്രകാരം സൂതൻ തേർ തെളിച്ചു. സാത്വികി തൻ്റെ നേരെ വരുന്നത് ദൂരെ വെച്ചേ കണ്ട സോമദത്തൻ വില്ലിൽ ശരം തൊടുത്ത് തയ്യാറായി മുന്നോട്ട് ചെന്നു. ഇരുവരും അന്യോന്യം അസ്ത്രപ്രയോഗങ്ങൾ തുടങ്ങി. സോമദത്തൻ്റെ ശരങ്ങൾ തറച്ച് സാത്വികി ബോധം കെടുമെന്നുള്ള നിലയിലായി. എന്നാലും സോമദത്തിന് മുറിവുകളേൽക്കുന്ന രീതിയിൽ സാത്വികി ശസ്ത്രപ്രയോഗം തുടർന്നു. ഇരുവരും രക്താഭിഷിക്തരായി കാണപ്പെട്ടു. എന്നിട്ടും യുദ്ധം അതിഘോരമായി തന്നെ തുടർന്നുപോയി. അവർ തമ്മിൽ ശക്തമായ പോരാട്ടം നടന്നു. ശക്തിയേറിയ ഒരു ശരം കൊണ്ട് സോമദത്തൻ സാത്വികിയുടെ വില്ല് ഖണ്ഡിച്ചു. ക്രുദ്ധനായ സാത്വികി പുതിയൊരു വില്ലെടുത്ത് ശരമയച്ചു. അതേറ്റ് സോമദത്തൻ്റെ രഥത്തിലെ സ്വർണ്ണക്കൊടിമരം മുറിഞ്ഞു വീണു. സാത്വികിയെ സഹായിക്കാനെത്തിയ ഭീമനും സോമദത്തനെ ആക്രമിച്ചു. അയാൾ ഒരു ശരത്താൽ ഭീമനെ മുറിവേൽപ്പിച്ചു. കോപിഷ്ഠനായ ഭീമൻ ഒരു കുന്തം സോമദത്തൻ്റെ മാറിടം ലക്ഷ്യമാക്കി എറിഞ്ഞു. സോമദത്തൻ ഒരു ശരം കൊണ്ട് ആ കുന്തത്തെ മുറിച്ചു കളഞ്ഞു. അപ്പോൾ സാത്വികി തൊടുത്തുവിട്ട 4 ശരങ്ങളാൽ സോമദത്തൻ്റെ തേർക്കുതിരകൾ ചത്തു. അടുത്ത ബാണം ഏറ്റ് സോമദത്തൻ്റെ സാരഥി തലയേറ്റ് ഭൂമിയിൽ വീണു. സാത്വികി അഗ്നി പോലെ ജ്വലിക്കുന്ന ഒരു ശരം സോമദത്തൻ്റെ മാറിടം ലക്ഷ്യമാക്കി വിക്ഷേപിച്ചു. അതേറ്റ് സോമദത്തൻ മാറു പിളർന്ന് വീണ് ഇഹലോകവാസം പിടിഞ്ഞു. സോമദത്തൻ മരിച്ചു വീണത് കണ്ടപ്പോൾ കൗരവപക്ഷത്തെ ചില മഹാരഥന്മാർ ഒത്തുകൂടി സാത്വികയെ ആക്രമിക്കാനെത്തി. യുധിഷ്ഠിരനും പാണ്ഡവരും ചേർന്ന് പ്രഭദ്രകം എന്ന രാജ്യത്തെ സേനയുമായി ദ്രോണാചാര്യരെ ആക്രമിക്കാൻ പുറപ്പെട്ടു. ആചാര്യനും യുധിഷ്ഠിരനും തമ്മിൽ യുദ്ധമാരംഭിച്ചു. ഇരുവരും ശക്തമായി പൊരുതി. ദ്രോണർ യുധിഷ്ഠിരൻ്റെ വില്ല് തകർത്തു. മറ്റൊരു വില്ലെടുത്തുകൊണ്ട് ധർമ്മജൻ യുദ്ധം പുനരാരംഭിച്ചു. ആചാര്യൻ്റെ തേർക്കൊടിമരത്തെയും കുതിരകളെയും സാരഥിയെയും ലക്ഷ്യമാക്കി യുധിഷ്ഠിരൻ ധാരാളം അമ്പുകൾ പ്രയോഗിച്ചു. അവയേറ്റ് ആചാര്യൻ ബോധമറ്റ് തേർത്തട്ടിൽ വീണു. അല്പസമയത്തിന് ശേഷം ബോധം വീണ്ടെടുത്ത് അദ്ദേഹം യുധിഷ്ഠിരന് നേരെ വായവ്യാസ്ത്രം പ്രയോഗിച്ചു. യുധിഷ്ഠിര മഹാരാജാവ് തെല്ലും ഇളകിയില്ല. ഒരു പ്രത്യസ്ത്രമയച്ച് ദ്രോണരുടെ വായവ്യാസ്ത്രത്തെ അടക്കി. അടുത്തൊരസ്ത്രത്താൽ ദ്രോണരുടെ വില്ല് യുധിഷ്ഠിരൻ മുറിച്ചു. മറ്റൊരു വില്ലെടുത്ത് ദ്രോണർ യുധിഷ്ഠിരൻ്റെ വില്ലും തകർത്തു. ഇത് കണ്ടപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, രാജാവേ, ആചാര്യൻ നിങ്ങളെ ബന്ധനസ്ഥനാക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തോടുള്ള യുദ്ധം അവസാനിപ്പിക്കുക. ആചാര്യനെ വധിക്കുവാൻ വേണ്ടി പിറന്നവനാണ് ദൃഷ്ടദ്യുമ്നൻ. അയാൾ ആ കാര്യം നോക്കിക്കൊള്ളും. അങ്ങ് ദുര്യോധനനുമായി യുദ്ധം ചെയ്യൂ. രാജാക്കന്മാർ തമ്മിലാണ് യുദ്ധം ചെയ്യേണ്ടത്. അതിനാൽ അങ്ങ് ഭീമൻ യുദ്ധം ചെയ്യുന്നിടത്തേക്ക് പോകൂ. അർജുനനും അതൊരു സഹായമാകും. ശ്രീകൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ കേട്ട് യുധിഷ്ഠിരൻ അല്പനേരം ചിന്തയിലാണ്ടിരുന്നു. അതിനുശേഷം ഭീമൻ യുദ്ധം ചെയ്യുന്നിടത്തേക്ക് തേർതെളിച്ച് പോയി. അപ്പോൾ ധൃതരാഷ്ട്രർ ചോദിച്ചു, സഞ്ജയ, പാണ്ഡവർ എൻ്റെ സൈന്യത്തെ തകർക്കുകയായിരുന്നല്ലോ. രാത്രിയിലായിരുന്നില്ലേ ഈ യുദ്ധം നടന്നത്? അവർക്കിങ്ങനെ യുദ്ധം ചെയ്യുവാൻ വെളിച്ചം എവിടെ നിന്ന് ലഭിച്ചു? സഞ്ജയൻ പറഞ്ഞു, മഹാരാജാവേ, ആ കാരണത്താൽ തന്നെ അങ്ങയുടെ മകൻ മരിക്കാതെ ശേഷിച്ച സൈനികരെ കൊണ്ട് വ്യൂഹം പുനർനിർമ്മിക്കുവാൻ സേനാനായകന്മാരോട് ആവശ്യപ്പെട്ടു. ഏറ്റവും മുന്നിൽ ദ്രോണരായിരുന്നു. അതിനു പിന്നിലായി ശല്യർ, അശ്വത്ഥാമാവ്, ശകുനി, കൃപർ, കൃതവർമ്മൻ എന്നിവർ അണിനിരന്നു. ദുര്യോധനൻ വ്യൂഹത്തിന് ചുറ്റും സഞ്ചരിച്ച് വ്യൂഹത്തിൻ്റെ സുരക്ഷ പരിശോധിച്ചുകൊണ്ടിരുന്നു. ആയുധങ്ങൾ മാറ്റിവെച്ചിട്ട് പന്തങ്ങൾ കൊളുത്തി ഉയർത്തിപ്പിടിക്കുവാൻ ദുര്യോധനൻ കാലാൾപ്പടയിലുള്ളവരോട് ആവശ്യപ്പെട്ടു. അവർ ആ ദൗത്യം സന്തോഷത്തോടെ ഏറ്റെടുത്തു. ആനകൾക്ക് സമീപം 3, രഥങ്ങൾക്കൊപ്പം 5, കുതിരപ്പടയാളികൾക്കൊപ്പം 1 വീതം പന്തങ്ങൾ ജ്വലിപ്പിച്ചുകൊണ്ട് എണ്ണയും എടുത്ത് കാലാൾപ്പടയാളികൾ അണിനിരന്നു. ഇപ്രകാരം അങ്ങയുടെ സൈന്യത്തിന് വേണ്ടത്ര വെളിച്ചം ലഭിച്ചു. ഇത് കണ്ട് പാണ്ഡവരും പന്തങ്ങൾ കൊളുത്തുവാൻ യുധിഷ്ഠിരൻ കാലാൾപ്പടയോട് ആവശ്യപ്പെട്ടു.
അവർ രഥങ്ങൾക്കൊപ്പം 10ഉം ആനകൾക്കൊപ്പം 7ഉം കുതിരകളുടെ ഇരുവശങ്ങളിലുമായി 2 വീതം പന്തങ്ങൾ സ്ഥാപിച്ചു. കാലാൾ സൈന്യത്തിന് ചുറ്റിലും ഇടയ്ക്കും ഒക്കെ പന്തങ്ങളേന്തിയ സൈനികർ നടക്കുന്നുണ്ടായിരുന്നു. ഇരു സൈന്യങ്ങളുടെയും പന്തങ്ങളിൽ നിന്നുള്ള പ്രകാശത്താൽ യുദ്ധഭൂമി പ്രകാശമാനമായി. സഞ്ജയൻ തുടർന്നു, മഹാരാജാവേ, യുദ്ധഭൂമിയിൽ ഇരുട്ടും പൊടിയും നിറഞ്ഞ കോണുകളിലേക്ക് പോലും പ്രകാശം പരന്നു. ഗജങ്ങളുടെ ശിരസിൽ അണിഞ്ഞിരുന്ന അലങ്കാരങ്ങൾ ദീപപ്രഭ വിതറിക്കൊണ്ടിരുന്നു. രഥങ്ങൾ സുവർണ നിറത്തിൽ ദീപ്തമായി. എങ്ങും പ്രകാശം പരന്നതോടെ ദേവഗന്ധർവന്മാർ ആകാശവീഥിയിൽ അണിനിരുന്നു. യുദ്ധഭൂമിയിൽ മരിച്ചവർക്കെല്ലാം വീരസ്വർഗം പ്രാപ്തമായി. ഈ വിധം എല്ലാം സജ്ജമായപ്പോൾ ഗജസൈന്യം ഗജസൈന്യത്തോടും രഥികൾ രഥികളോടും അശ്വാരൂഢർ അശ്വാരൂഢരോടും യുദ്ധം ചെയ്യുവാൻ തയ്യാറായി നിന്നു. ആജ്ഞ ലഭിച്ചതോടെ ഇരു സൈന്യവും ഏറ്റുമുട്ടി. അതിദാരുണമായ കൂട്ടക്കുരുതികൾ നടന്നു. പാർത്ഥൻ ആവേശപൂർവ്വം ശത്രുസൈന്യത്തിലെ മഹാരഥികളെ തിരഞ്ഞുപിടിച്ച് വധിച്ചു. മഹാരാജാവേ, യുദ്ധം ഈ വിധം പുരോഗമിച്ചു. അപ്പോൾ ധൃതരാഷ്ട്ര ചോദിച്ചു, സഞ്ജയ, അമിതാവേശത്തോടെ കൗരവ സൈന്യത്തെ ആക്രമിച്ച പാർത്ഥനെ നേരിടാൻ ദുര്യോധനൻ എന്തു ചെയ്തു? അവനെ നേരിടാൻ ആരെല്ലാം സന്നദ്ധരായി? ദുര്യോധനൻ യുദ്ധം തുടരുമ്പോൾ സൈന്യത്തിൻ്റെ പിൻഭാഗം രക്ഷിക്കാൻ ആരുണ്ടായിരുന്നു? പാർശ്വഭാഗങ്ങൾ ആര് സംരക്ഷിച്ചു? എല്ലാം വ്യക്തമായി പറയൂ. അന്ധനായ ധൃതരാഷ്ട്രയുടെ മനക്കണ്ണ് സഞ്ജയൻ്റെ വാക്കുകൾക്കായി ഇമ ചിമ്മാതെ കാത്തിരുന്നു. കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.